ബംഗാളി താരം ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ സ്ഥാനചലനത്തിലേക്ക് നയിച്ചത്. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് രഞ്ജിത്ത് രാജി പ്രഖ്യാപിച്ചത്. ഇന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തു. അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം. എന്തുതന്നെയായിരുന്നാലും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ടല്ല ആ നിയമ പോരാട്ടം നടത്തേണ്ടത് എന്ന് എന്റെ ബോധ്യമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്. രാജിക്കത്ത് ലഭിച്ചെന്ന് മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. രാജിവെക്കണം അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. ഇപ്പൊ തന്നെ രാജിക്കത്ത് അയക്കുന്നു. ആരോപണമുയർന്ന് രണ്ടാം ദിവസമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി പ്രഖ്യാപനം. തുടക്കത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സാംസ്കാരിക വകുപ്പിന്റേത്. ആരോപണത്തിൽ കഴമ്പില്ലെന്ന മട്ടിലായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ അടക്കം ആദ്യ പ്രതികരണം. ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ശ്രീലേഖയുടെ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവന്നതോടെ സമ്മർദ്ദം ശക്തമായി. പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. CPM-ലും രഞ്ജിത്ത് രാജിവെക്കട്ടെ എന്ന അഭിപ്രായമുയർന്നു. വനിതാ മന്ത്രിമാരും നേതാക്കളും കടുത്ത നിലപാടിലേക്ക് മാറി. CPI-യും രഞ്ജിത്ത് രാജിവെക്കണമെന്ന നിലപാട് അറിയിച്ചു. ഇതോടെ സംരക്ഷണ കവചം ദുർബലമായി. മുഖ്യമന്ത്രി കൂടി കൈവിട്ടതോടെ രാജിയല്ലാതെ മറ്റു മാർഗമില്ലെന്ന നിലയിലേക്കെത്തി. രഞ്ജിത്തിന്റെ രാജിയിൽ ശ്രീലേഖ മിത്രയുടെ പ്രതികരണം ഇങ്ങനെ: So now I have contributed to the cause and I am happy with it. So people know about these kind of predators and there are more in the film industry, in the society by and large. രഞ്ജിത്തിന്റെ കോഴിക്കോട്ടെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ പ്രകടനം നടത്തി. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചെങ്കിലും പ്രതിപക്ഷ സംഘടനകൾ സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചെങ്കിലും സംവിധായകൻ രഞ്ജിത്തിനെതിരെ നിയമ നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്നാണ് പോലീസ് തലപ്പത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്തിനെതിരായ നിയമ നടപടി സംബന്ധിച്ച് ഇനി സർക്കാരാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.